ചപ്പാത്തി എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടും ശരിയാവുന്നില്ല, സോഫ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. എന്തായാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒരുമിച്ച് കൊണ്ടൊഴിക്കല്, അത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതേ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് പുരട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊരു 15 മിനിറ്റോളം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്നെടുത്ത് ഇനി നമ്മളുടെ ഈ മാവ് വീണ്ടും ഒന്നുകൂടെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാമേ. നമ്മളുടെ ചപ്പാത്തിക്ക് വേണ്ട വലിപ്പം അനുസരിച്ച് ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് പൊടി തൂവിയിട്ട് നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പം പരത്തിയെടുക്കുന്ന ചപ്പാത്തി അപ്പം തന്നെ ചുട്ടെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് പാൻ ചൂടാവണം. പാൻ ചൂടാവാതെ നമ്മൾ ചപ്പാത്തി കൊണ്ടിട്ടാൽ നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരില്ല. പാൻ നല്ല ചൂട്, ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളുടെ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇത് നമ്മുടെ ചപ്പാത്തി 2 സൈഡും ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടില്ല, ഒരു യെല്ലോയിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 2 സൈഡും കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ചൂടാക്കണം. അതിനുശേഷം നമ്മൾ ചപ്പാത്തി ഗ്രിൽ അല്ലെ റൊട്ടി ഗ്രിൽ എന്നൊക്കെ പറയില്ലേ, അതിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോഴേക്ക് നമ്മൾ റൊട്ടി ഗ്രില്ലിലേക്ക് മാറ്റുമ്പോഴത്തേന് ഡയറക്റ്റ് ഫ്ലെയിം നമുക്കത് നമ്മുടെ ചപ്പാത്തിയിൽ കിട്ടും. അപ്പോഴേക്ക് നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രില്ലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പാച്ചില വെച്ച് നന്നായിട്ട് ചപ്പാത്തിയുടെ ഓരോ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും നന്നായിട്ട് പൊന്തി വരും. ഞാൻ ചില ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുക, അല്ലാത്ത ദിവസങ്ങളിൽ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുക. ചില ദിവസങ്ങളിൽ തോന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ചിലപ്പോൾ മെനക്കേടാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വരാറുണ്ട്. മക്കൾക്കും അങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. ചപ്പാത്തി എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.